മനേട്ടാ, മനോജേട്ടന്റെ പാചകപ്പുരയിൽ ഇന്നുണ്ടാക്കിയ നാടൻ കോഴിപ്പരട്ട് പെരണ്ടോ ഇല്ലയോ നോക്കാം. മനേട്ടാ തുറന്നു നോക്കട്ടെ. തുറന്നു നോക്കിയോ. മല്ലിയില ഇഷ്ടമില്ലാത്തവർക്ക് കറിവേപ്പില ഇടാമല്ലോ. മല്ലിയില ഇഷ്ടമില്ലാത്തവർക്ക് അതിൽ നിന്ന് നുള്ളിപ്പറകി കളഞ്ഞിട്ട് എടുത്ത് കഴിക്കാം. അത് നോക്കാൻ പോട്ടോ. ഓക്കെ. അപ്പം മനേട്ടാ, നമ്മൾ ഇന്ന് നമുക്ക് വെറൈറ്റി ആയിട്ട് നമ്മൾ എന്തുണ്ടാക്കാൻ പോകുന്നത്? ഇന്ന് നാടൻ കോഴി പെരട്ട്. നാടൻ കോഴി പെരട്ട് ഒരു 1.5 കിലോയ്ക്കകത്തുണ്ട്. 1.5 കിലോയോളം ഉണ്ട്. 1.5 കിലോ. ഈ 1.5 കിലോ ഒക്കെ ഇത് ഉണ്ടാക്കി എത്ര പേർ കഴിക്കാൻ കിട്ടും? നല്ല സുലഭമായിട്ട് കഴിക്കാനാണെങ്കിൽ അത് കഴിക്കണവരെ ഇതുപോലെ ഇരിക്കും. ഒപ്പനെ പോലുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു 2 പേര് 3 പേർക്ക് കഴിക്കാൻ പറ്റും. ഞാൻ ശരിക്കും ആരും കഴിക്കും. ചെറിയ രീതിയിൽ കഴിക്കണവരാണെന്നുണ്ടെങ്കിൽ ഒരു 7-8 പേരൊക്കെ കഴിക്കും. അപ്പോൾ കഴിക്കണവരെ വിശപ്പ് പോലെയൊക്കെ ഇരിക്കും. ഓക്കെ. മനോജേട്ടൻ്റെ ഇന്നത്തെ പാചകപ്പുരയിൽ ഉണ്ടാകാൻ പോകുന്ന സാധനം നാടൻ കോഴി പെരട്ട്. ഓക്കെ. അപ്പോൾ ഇഞ്ചി പൊടിയായിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്നതിനെ എടുത്തൊന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുന്നു. ചെറുതായിട്ട് അത് ചേർക്കുന്നു. അത് ഇതിലോട്ട് ചേർക്കുകയാണ്. ഓക്കെ. അത് കഴിഞ്ഞ് അതും കൈ കണക്കാ. അത് കൈ കണക്കാണ്. മനോജേട്ടൻ്റെ ഒരു കൈ 10 വെളുത്തുള്ളി. അപ്പം ആദ്യം ഇഞ്ചി ചതച്ചിട്ടിട്ട് അടുത്ത പിന്നെ 10 വെളുത്തുള്ളി എടുത്ത് ചതച്ചിടുക. ഇത് രണ്ടും കൂടെ ഇതിനകത്ത് കൊള്ളൂല, അതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ രണ്ടും കൂടെ ചെയ്യാം. ഓക്കെ. ഓരോന്നോരോന്നായിട്ട് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ടും കൂടെ അതിനകത്ത് കൊള്ളാത്തതുകൊണ്ട് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ. ഇനി നീ വീട്ടിൽ പോയി ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെ ചെയ്യണമെന്നില്ല. ആ വലിയ പാത്രമാണെന്നുണ്ടെങ്കിൽ മിക്സിയിലൊക്കെ അങ്ങ് അടിച്ചങ്ങ് എടുത്താൽ മതി. എന്താണ് ക്രിസ്മസിന് ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കണം. അടുത്തത് ഉപ്പ് പാകത്തിന്. ഇതിനെ ഈ സത്യം ഈ മിക്സിങ്ങിനകത്ത് പാകപ്പഴമൊക്കെ വന്ന് എന്തെങ്കിലും പറ്റുമോ? ഇങ്ങനെ കറികൾക്കൊക്കെ മിക്സിങ്ങിനകത്ത് പാകപ്പഴം വന്നു കഴിഞ്ഞാൽ കറിയുടെ ടേസ്റ്റ് ഒക്കെ മാറും, വ്യത്യാസം വരും. എല്ലായിടത്തും ചേരുവ വരാത്തപ്പം ഇപ്പം വെളുത്തുള്ളിയോ ഇഞ്ചിയോ എല്ലാം കൂടി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓവറായിട്ട് കൂടിയോ അതിൻ്റെ ഫ്ലേവർ മാത്രം നിൽക്കും. കുറച്ച് സവാള എടുക്കും. സവാള എത്ര ആണോ? നൈസായിട്ട് അരിഞ്ഞ സവാള അങ്ങോട്ടോട്ടെ. ഒരു 1.5 സവാള മതി പെരട്ടിന്. അപ്പം ഇഞ്ചി ചതച്ചത്, വെളുത്തുള്ളി ചതച്ചത്, ഉപ്പ് മിക്സ് ചെയ്തിട്ട് പിന്നെ അരിഞ്ഞ സവാള. ഓക്കെ. ഒരു 2-3 പച്ചമുളക്. ഓക്കെ. കറിവേപ്പില ഒരു 4 തണ്ട്. 4 തണ്ട് കറിവേപ്പില മിക്സ് ചെയ്തെടുക്കണം. അത് കഴിഞ്ഞ് മഞ്ഞൾപ്പൊടി ഏകദേശം 1 സ്പൂൺ മതി മഞ്ഞൾപ്പൊടി. അടുത്തത് ഒരു ഇച്ചിരി കൂടി പോയിട്ടാണ്. ഇത് എത്ര കിലോ? 1.5 കിലോ. 1.5 കിലോ. പിന്നെ കോഴിക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി മതി. 1 സ്പൂൺ മഞ്ഞൾപ്പൊടി. പക്ഷേ ഈ 1 സ്പൂണൊക്കെ കയ്യിലറിയാം അല്ലേ? അറിയാം. ഓക്കെ. അപ്പോൾ ആ എക്സ്പീരിയൻസിൻ്റെ ഇത് ചില്ലി പൗഡർ. ഇവിടെ മറ്റേ എരിവുള്ളതാണ്. 1 സ്പൂണ് മല്ലിപ്പൊടി. ഓക്കെ. മല്ലിപ്പൊടി. കുരുമുളകും എത്രയാണോ? ഒരു 1/2 സ്പൂണൊക്കെ മതി. ഇത് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കുറച്ച് ഗരം മസാലപ്പൊടി എടുക്കും. ഓക്കെ. അതും മിക്സ് ചെയ്യാം. ഇച്ചിരി കാശ്മീരി ചില്ലി കളറിന് വേണ്ടിയിട്ട്. അതും ഏകദേശം 1 സ്പൂണും. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒരു 15-20 മിനിറ്റെങ്കിലും വെക്കണം. ഓക്കെ. അപ്പം ആദ്യം ഇഞ്ചി ചതച്ചിടുക, പിന്നെ വെളുത്തുള്ളി, ഉപ്പ്, നൈസായിട്ട് അരിഞ്ഞ സവാള, അത് കഴിഞ്ഞിട്ട് പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി എല്ലാം ഇട്ട് മിക്സ് ചെയ്യണം. കറിവേപ്പിലയും പച്ചമുളക് അരിഞ്ഞത് ഇതെല്ലാം ഇട്ട് മിക്സ് ചെയ്ത് ഒരു 20 മിനിറ്റ് വെച്ചേക്കണം. ഓക്കെ. അപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞിട്ട് അപ്പോഴത്തേക്ക് നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യാനുണ്ടോ? ഇല്ല, ഇപ്പോഴത്തേക്കും വേറെ ഒന്നും ചെയ്യാനില്ല. 20 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്തേ പറ്റും. 20 minutes later. മനേട്ടാ തുറന്നു നോക്കട്ടെ. തുറന്നു നോക്കിയോ. ആഹാ, അടിപൊളി. അപ്പം ഇനിയിപ്പോൾ എന്താ പറഞ്ഞിട്ട് അടുത്ത പരിപാടി?
അടുത്ത പരിപാടി ഇതിലൊരു വറുത്തിടിയിലുണ്ട്. അപ്പോൾ അതാണ് ഇതിൻ്റെ മെയിൻ ഐറ്റം. അപ്പോൾ ഇതിൻ്റെ കളറും ഒരു ടേസ്റ്റും എല്ലാം മാറുന്നത് ആ വറുത്തിടലിലാണ്. ശരി. അപ്പോൾ ഞാനിപ്പോൾ എന്ത് ചെയ്യണ്ടേ? ഇനി ഒരു ഫ്രൈ പാൻ എടുത്തിട്ട് സാധനത്തിന് താഴെ ഇറക്കണം. ഓക്കെ. ഫ്രൈ പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് വറുത്തിടാനുള്ള ഒരു മസാല ഉണ്ടാക്കും. ഓക്കെ. ആ മസാല ഇതിലിട്ട് വീണ്ടും ഇതിലുള്ള വെള്ളം വറ്റിച്ചെടുക്കണം. ഓക്കെ. അപ്പോൾ ഞാൻ ചിക്കൻ പെരട്ട്, നാടൻ ചിക്കൻ പെരട്ടാവണം. ഫൈനലാവുള്ളൂ. ഓക്കെ. ഞാൻ പോയി പാൻ എടുത്തിട്ട് വെളിച്ചെണ്ണ ഇതിലിനി കൊത്തി അരിഞ്ഞ തേങ്ങ കൊത്ത്. എണ്ണ ചൂടായിട്ട് തേങ്ങ കൊത്ത് എത്ര വേണം? അത് എത്ര വേണം? ഒരു പിടി. അത്യാവശ്യം തേങ്ങ കൊത്ത് എത്ര ഉണ്ടായിരുന്നാലും നല്ലതാണ്. കറിവേപ്പിലയുടെ കാര്യം പറഞ്ഞ പോലെ. അത് ഓരോ പീസ് എടുത്ത് കഴിക്കുമ്പോഴത്തേക്കും ആ ഒരു പ്രത്യേക ഒരു ഫീലാണ്. ഓക്കെ. എണ്ണ ചൂടായി വേണേട്ടാ? എണ്ണ ചൂടായി. ഓക്കെ. അപ്പം നമുക്ക് ഓരോ ഇട്ട് നോക്കാം. ഓക്കെ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതിങ്ങനെ ഈ മറ്റേ മല്ലി എല്ലാം കൂടെ ഇട്ട് മുപ്പിക്കുന്ന പോലെ ഇതിങ്ങനെ ബ്രൗൺ കളർ ആവണം അല്ലേ? ഇതൊന്ന് ചെറുതായിട്ട്, അങ്ങനെ വലിയ കളറൊന്നും ആവേണ്ട കാര്യമില്ല. ചെറിയ രീതിയിലൊരു തേങ്ങ ഒന്ന് ജസ്റ്റ് ഒന്ന് മൂത്ത് വരണം. തീരെ കരിഞ്ഞു പോകാനും പാടില്ല. രണ്ട് തക്കാളി നീളത്തിലരിഞ്ഞത്. നീളത്തിലരിഞ്ഞ തക്കാളി ഉണ്ടോ? റെഡി. അപ്പോൾ തക്കാളിയും തേങ്ങയും കൂടി ഇട്ട് കറിവേപ്പില ഇടുന്നുണ്ടോ? ആദ്യം തേങ്ങ ഇട്ടു, രണ്ടാമത് തക്കാളി. തേങ്ങ ഇട്ട് കുറച്ച് നേരം ഒന്ന് എണ്ണയിലിട്ട് മൂപ്പിച്ചിട്ട് പിന്നെ തക്കാളി ഇടണം. രണ്ട് കറിവേപ്പില ഇട്ട് മൂപ്പിക്കണം. ഓക്കെ. ഇനി എന്തുവാ? മുളക് പൊടി കുറച്ച് ഗരം മസാല മിക്സ് ചെയ്തതായത് ആണോ? അതോ ആദ്യം മിക്സ് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. മുളക് പൊടി മാത്രമേ ഉള്ളൂ. ഓക്കെ. കാശ്മീരി ചില്ലിയാണ്. കാശ്മീരി ചില്ലി കളറിന് വേണ്ടി മാത്രം ഉള്ള കാശ്മീരി ചില്ലി. എരിവ് വേണ്ടവരെ വേണ്ട രീതിയിൽ മറ്റേ എരിവൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതിപ്പോൾ കളറിന് വേണ്ടി മാത്രം കാശ്മീരി ചില്ലിയും ഇച്ചിരി ഗരം മസാലയും. ഓക്കെ. അത് എത്ര ആയിരിക്കും? ഒരു കണക്ക് പറയുകയാണെങ്കിൽ ഒരു അര സ്പൂൺ പിന്നെ ഗരം മസാലയും മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, കളറിന് മുളക് പൊടി. അടിയിൽ തീ ശ്രദ്ധിച്ചോളണം. എന്താ കാര്യം? സ്റ്റൗ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്യാസ് സ്റ്റൗ ആണെങ്കിലേ നമുക്ക് തീ കുറച്ചും എല്ലാം ചെയ്യാൻ പറ്റും. ഇത് അടുപ്പായതുകൊണ്ട് അടുപ്പാകുമ്പോഴത്തേക്ക് പെട്ടെന്ന് കരിഞ്ഞു പോകും. കരിഞ്ഞു പോവാതെ തീ കൂടുതലാണെങ്കിൽ ഇതുപോലെ കയ്യിലെടുത്ത് സംഗതി മിക്സ് ചെയ്യണം. സ്റ്റൗ ആണെങ്കിൽ തീ കുറച്ച് വെച്ചിട്ട് ചെയ്യാം. ഈ തേങ്ങ അത്യാവശ്യം ബ്രൗണിഷ് കളർ ആയിട്ടാണ് അതൊക്കെ ചെയ്യേണ്ടത്. ഓക്കെ. ഇനി ആ ചിക്കൻ്റെ ചട്ടി എടുത്ത് തിരിച്ചു വെക്കാനോ? തിരിച്ചു വെച്ചു. ചൂടില്ലെന്നാ വേണ്ട, ചൂടുണ്ട്. ഇട്ട് തന്നെ പിടിക്കാം, വെറുതെ പൊള്ളിക്കണ്ട കൈ. ഓക്കെ. ഇതിൻ്റെ കളർ കണ്ടോ? ചൊകചൊകാന്നിരിക്കില്ലേ? അടപ്പൊന്ന് മാറ്റി. യെസ്. ചിക്കനിലോട്ട് മസാലക്കൂട്ട്. ഓക്കെ. ഇപ്പോൾ കളർ വ്യത്യാസം ഉണ്ടല്ലേ? ഇനി അത് മിക്സ് ചെയ്യണം. ഇതാണ് ഈ നാടൻ കോഴിപ്പരട്ടിൻ്റെ യഥാർത്ഥ മസാല അല്ലേ? അല്ലാതെ സാധാരണ നമ്മൾ കോഴിക്കറിക്കകത്തൊക്കെ മിക്സ് ചെയ്യുന്ന പോലെ പൊടികളൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് പെരട്ടി കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് വെച്ച് ഈ മസാലയുടെ ചേരുവകൾ കൃത്യമായില്ലെങ്കിൽ പോയി, നാടൻ കോഴിപ്പരട്ട് പോയി. ഇതുപോലെ നല്ല പെരണ്ട് ഈ ഇറച്ചിയുടെ ഓരോ ഇറച്ചിയിലും മസാല നല്ല പെരണ്ടിരിക്കണം. എന്താണ് നാടൻ കോഴിപ്പരട്ട്? പാടില്ല. എന്തോ ഗ്രേവി ഉണ്ടാവാൻ പാടില്ല. ഇത് കുറുകിയിരിക്കണം, നല്ല കുറുകിയിരിക്കണം. അതുകൊണ്ടാണ് ആദ്യം വെള്ളം ഒന്നും ഒഴിക്കാഞ്ഞില്ലേ? ചിക്കന് കോഴിക്കകത്തുനിന്നും തക്കാളി വെള്ളമൊക്കെ ഉള്ള വെള്ളമേ ഇറങ്ങത്തുള്ളൂ.
റോസ്റ്റ് പോലെയൊക്കെ ഇരിക്കും കണ്ട. ആ നമ്മളെ ഇവിടെ പെരട്ട് എന്ന് പറയും. ഓക്കെ, നാടൻ കോഴിപ്പരട്ട്. ഇനി ഇത് ഒരു ഫൈനൽ പരിപാടിയായി. ഫൈനൽ പരിപാടി. ഇനി എന്താ നമ്മൾ ഇതിനകത്ത് ചെയ്യേണ്ടത്? എന്താ, ഇനി ഒരു 5 മിനിറ്റ് ഇങ്ങനെ തീയിൽ തന്നെ നിർത്തി ഇത്തിരി ഒന്ന് അടച്ചു വെച്ച് 5 മിനിറ്റ് അടച്ചു വെച്ചിട്ട് അത് കഴിഞ്ഞ് മല്ലിയിലൊക്കെ ഇട്ട് അങ്ങ് എടുക്കും. തീ ഓഫ് ചെയ്യും. ഇനി ഒരു 5 മിനിറ്റ് നമ്മളിങ്ങനെ വെച്ചേക്കണം. 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് അപ്പോൾ ഏകദേശം ഒരു 98% പരിപാടി കഴിഞ്ഞു. ഇനി ഇത് കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് വെച്ച് ഇത് മാറ്റി ഇതിനകത്ത് മല്ലിയിലായിട്ട് ഇളക്കി എടുത്താൽ മാത്രം മതി. മനോട്ടാ, മനോജേട്ടൻ്റെ പാചകപ്പുരയിൽ ഇന്നുണ്ടാക്കിയ നാടൻ കോഴിപ്പരട്ട് പെരണ്ടോ ഇല്ലയോ നോക്കാം. അതെ, മണക്കിട്ട് എന്തായാലും എടുക്ക് നോക്കട്ടെ. നല്ല സൂപ്പറായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി ടേസ്റ്റ് നോക്കാഞ്ഞിട്ട് ഇങ്ങനെ വർത്താനം പറയാൻ പറ്റും. വൈക്കകത്ത് ഇങ്ങനെ ഇച്ചിരി മല്ലിയില ഇവിടെ ഇട്ട് മല്ലിയില ഇടണം. മല്ലിയില ഇഷ്ടമല്ലാത്തവർക്ക് കറിവേപ്പില ഇടാമല്ലോ. മല്ലിയില ഇഷ്ടമില്ലാത്തവർക്ക് അതിൽ നിന്ന് നുള്ളിപ്പറകി കളഞ്ഞിട്ട് ശരിക്കാ, അതാണ് നല്ലത്. നമുക്ക് എനിക്കൊരു കഷ്ണം തരാം, ടേസ്റ്റ് ചെയ്ത് നോക്കാൻ തരുമോ? സത്യത്തിൽ എനിക്ക് മല്ലിയില ഇഷ്ടമല്ല, അതുകൊണ്ട് മനോട്ടൻ പറഞ്ഞാലും മല്ലിയില എടുത്ത് കളഞ്ഞിട്ട് കഴിക്കും. അപ്പോൾ നോക്കാൻ പോട്ടോ. ഓക്കെ, മനോട്ടൻ്റെ നാടൻ കോഴിപ്പരട്ട് എങ്ങോട്ടെ. അടിപൊളി, നന്നായിട്ടുണ്ട്. കൊള്ളാം, നന്നായിട്ടുണ്ട്. നമുക്കിൻ്റെ കൂടെ പൊറോട്ടയോ ഇല്ലയോ കപ്പയോ പൊറോട്ടയോ ഒന്നും കഴിക്കാം, എന്ത് വേണോ കഴിക്കാം. മസാല എല്ലാത്തിനും കൃത്യമായിട്ട് പിടിച്ചിട്ടുണ്ട്. നമുക്കെന്നാൽ കഴിഞ്ഞ സ്ഥിതിക്ക് ഇതൊന്ന് കാര്യമായിട്ടൊന്ന് ഇതിൻ്റെ ടേസ്റ്റ് മൊത്തത്തിൽ നോക്കിയാലോ? ഒരു പ്ലേറ്റ് എടുത്തിട്ട് നമുക്ക് കഴിക്കാമല്ലോ. കഴിക്കാം. ഓക്കെ.